ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിവ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിവ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം എൻ്റെ രോഗക്കിടക്കയതിൽ എൻ്റെ സൗഖ്യപ്രദായകനേ എൻ്റെ പാപസംഹാരകനേ എൻ്റെ സർവവും നീ മാത്രമേ ആരാധനേ ആരാധനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55 സങ്കീർത്തനം 20 വാക്യം. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്തു, തൻ്റെ സഖ്യത അവൻ ലംഘിച്ചിരിക്കുന്നു. അപരിചിതനായ ഒരാൾ നമ്മെ വേദനിപ്പിച്ചാൽ അത്രയും ആഴത്തുള്ള വേദന ഉണ്ടാകണമെന്നില്ല. എന്നാൽ നമ്മോടൊപ്പം നടന്നവനും നമ്മോട് സമാധാനത്തിൽ കഴിഞ്ഞവനും നമ്മെ വഞ്ചിക്കുമ്പോൾ വേദന വളരെ വലുതായിരിക്കും. എന്നാൽ മനുഷ്യൻ്റെ വഞ്ചന ദൈവത്തിൻ്റെ വിശ്വസ്തയെ മാറ്റുന്നില്ല. മനുഷ്യൻ സഖ്യത ലംഘിച്ചാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യൻ്റെ വാക്കുകൾ മാറാം, മനസ്സ് മാറാം. ഇന്ന് കൂടെ നിൽക്കുന്നയാൾ നാളെ എതിരാളികളാകാം. എന്നാൽ ദൈവം മാറുകയില്ല. മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായാലും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാം. നമ്മെ ഉപേക്ഷിച്ചവരെ നോക്കി കരയുന്നതിന് പകരം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തെങ്കിലേക്ക് നമ്മുടെ മുഖം ഉയർത്തുക. സഖ്യത ലംഘിക്കപ്പെട്ടപ്പോൾ ദാവീദ് തകർന്നുപോയി. എന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്നില്ല. പ്രിയരെ, മനുഷ്യൻ്റെ വഞ്ചന കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. ഒരാളുടെ വഞ്ചന കാരണം എല്ലാവരെയും സംശയിക്കേണ്ടതുമില്ല. ഒരാൾ സഖ്യത ലംഘിച്ചതുകൊണ്ട് ദൈവം നമ്മെ കൈവിടുകയില്ല. നമ്മുടെ മുറിവുകൾ നമ്മെ കയ്പുള്ളവരാക്കാതെ ദൈവത്തോട് കൂടുതൽ അടുത്തു വരുന്നവരാകാം. ദാവീദ് തൻ്റെ വേദനയ്ക്കിടയിലും ദൈവത്തെ അന്വേഷിച്ചു. നമുക്കും നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ കണ്ണുനീരും മുറിവുകളും ദൈവത്തിനറിയാം. അവൻ തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കുകയും നഷ്ടപ്പെട്ട സമാധാനം തിരികെ നൽകുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യരുടെ വഞ്ചനയേക്കാൾ അങ്ങയുടെ വിശ്വസ്തയിൽ ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.